2 മിനിറ്റ് ഒരല്പം കറ കളയുന്നതിന് വേണ്ടി മാത്രം ആയിട്ടുണ്ട്. നമ്മളിനി കോരി മാറ്റുന്നു. പച്ചപ്പപ്പായ പായസമാണേ, അതുകൊണ്ട് ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടണം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ലൊരു തിക്ക് കിട്ടത്തുള്ളൂ. പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. നെയ്യിൽ ഈ പപ്പായ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാം കേട്ടോ. ഇത് മതി. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് മധുരം വേണ്ടുന്ന തക്കവണ്ണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുത്താലോ. ഇതിലേക്കിനി ആവശ്യത്തിന് ചവ്വരി. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടു. നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ കാച്ചി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വറ്റിച്ചെടുക്കണം, പാകമാക്കിയെടുക്കണം. ഓക്കെ, പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. 2ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തവിയിട്ട് ഇളക്കി കൊടുക്കണം. അത് തിളയ്ക്കാൻ അനുവദിക്കരുത്. എന്നിട്ട് വാങ്ങി വെച്ചിട്ട് നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ താളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാപ്പൊടി ആവശ്യത്തിന്. അടിപൊളി പരുവായിട്ടുണ്ട്. ഈ പപ്പായ പായസത്തിന് മുമ്പിൽ നമ്മുടെ പ്രഥമൻ പോലും മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമുക്ക് മുന്തിരിയും കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്ത് കോരിയിടാം കേട്ടോ.